ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് സമ്മർ ക്യാമ്പിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം? കിക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ച്. നമ്മൾ ഫ്ലോട്ടിംഗ് ഒക്കെ പഠിച്ചു അല്ലേ? ബേസിക് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാന്ന് വെച്ചാൽ കിക്കിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളത്, കാലെങ്ങനെ അടിച്ച് പഠിക്കാന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാലടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഋതം കിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം, കുറച്ചൊക്കെ നീന്താൻ പറ്റുമായിരിക്കാം, പക്ഷെ ശരിയായിട്ടുള്ള ഒരു ഫ്ലോ കിട്ടില്ല. ഫ്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ ഋതത്തിൽ അടിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എക്സസൈസിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കിക്കിങ് ശരിയാകാൻ വേണ്ടിയിട്ട്. എന്താണ് ടോ ഇങ്ങനെ പോയിന്റ് ചെയ്ത് പിടിക്കാനൊക്കെ പഠിച്ചല്ലോ. അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അടുത്ത് കിക്ക് വരാനുള്ള എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞുതരാം, നമ്മൾ കിക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ നീടെ ഇവിടെ നിന്ന് കിക്ക് വരരുത്. സ്റ്റാർട്ട് നീടെ ഇവിടെ നിന്നല്ല, ഓക്കെ? ഹിപ്പിൻ്റെ ഇവിടെ നിന്നായിരിക്കും കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നീടെ അവിടെ നിന്ന് ബെൻഡ് ചെയ്യാൻ പാടില്ല. ചെറിയ രീതിയിൽ ബെൻഡ് ചെയ്യാം. അതായത് ഹിപ്പിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ചെറിയ രീതിയിൽ ബെൻഡ് ചെയ്തിട്ട് ടോസിൽ അവസാനിക്കുന്ന പോലെ ആ രീതിയിലായിരിക്കണം കിക്ക് വരുന്നത്. മനസ്സിലായോ? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അവിടെ ബോളിലൊക്കെ പിടിച്ചുകൊണ്ട് കിക്കിൻ്റെ റിതം കറക്റ്റ് ചെയ്യും. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലോട്ട് ചെയ്യുമ്പോൾ കിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ പാടുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ വരണമെന്നില്ല. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാല് ഒരുപാട് മടങ്ങിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് കിക്ക് ചെയ്യുന്നത് ഞാൻ ഇവിടെ പിടിച്ചുകൊണ്ട് കാണിച്ചത്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ? ഇവിടെ ശ്രദ്ധിക്കുമല്ലോ എല്ലാവരും? ഓക്കെ, ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ നോക്ക്. നമ്മുടെ ഇവിടെ പിടിക്കുക, ഉള്ളിലായിട്ട് പിടിക്കുക കേട്ടോ. കാല് ഇങ്ങനെ പുറകിലോട്ട് വെക്കുക. ആദ്യം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒന്ന് ഫ്ലോട്ട് ആവാം. കാരണം ഫ്ലോട്ട് ആയാലേ കാല് പൊന്തി വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അണ്ടർ വാട്ടർ കിക്കിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, കാല് പൊന്തി വരണം, എന്നിട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബ്രീത്ത് എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ബ്രീത്ത് നമ്മൾ ഫ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാറ്? ലോങ് ബ്രീത്ത് എടുത്ത് ഹോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുക അല്ലേ? ചെറുതായിട്ട് കിക്ക് ചെയ്യുന്ന സമയത്ത് മൂക്കൊണ്ട് എക്സൈൽ ചെയ്ത് ചെയ്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല. എക്സൈൽ ചെയ്യാം കേട്ടോ. നോക്കുക, ഇത് കണ്ടല്ലോ. ആദ്യം ഒന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കുറേ നേരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രീത്ത് ഇൻഹേലും എക്സേലും ചെയ്യേണ്ടി വരും. നിങ്ങൾ ബബിൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ബബിൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ ബ്രീത്ത് തലപൊക്കിയിട്ട് എടുക്കുന്നു, മൂക്ക് കൊണ്ട് വെള്ളത്തിൽ എക്സേൽ ചെയ്യും. അത് ചെയ്തുകൊണ്ട് ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കാലടിക്കുമ്പോൾ പൊന്തി വരണമെന്നില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരാളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യും. ഒരാൾ ആപ്സിൽ പിടിച്ചിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യിച്ചിട്ടും ചെയ്യാം. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. ഇനി എങ്ങനെയാണ് ബ്രീത്ത് ചെയ്തുകൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക എല്ലാവരും. തലപൊക്കി ബ്രീത്ത് ചെയ്യുന്നു, വെള്ളത്തിൽ എക്സൈൽ ചെയ്തുകൊണ്ട് കിക്ക് ചെയ്യും. ആ ബ്രീത്ത് എടുക്കുന്ന സമയത്തൊക്കെ കിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കിക്ക് സ്റ്റോപ്പ് ചെയ്യാനേ പാടില്ല. ബ്രീത്ത് എടുക്കുന്ന സമയത്തും കിക്ക് ചെയ്യണം, എക്സൈൽ ചെയ്യുന്ന സമയത്തും കിക്ക് ചെയ്യണം. നിർത്താനേ പാടില്ല. ഋതം കറക്റ്റ് ആയിരിക്കണം. ഋതം ശ്രദ്ധിക്കുന്ന വെച്ചാൽ നമ്മുടെ ഹീല് കണ്ടല്ലേ, ഹീല് ജസ്റ്റ് മേളിൽ കാണുന്ന രീതിയിലായിരിക്കണം മേളിൽ വരാം. ഓക്കെ, ഒരുപാട് ഇങ്ങനെ പൊന്തി കഴിഞ്ഞാൽ അത് മടങ്ങുള്ളൂ കേട്ടോ. ഹീല് കഴിഞ്ഞ് മേളിലോട്ട് പൊന്തി കഴിഞ്ഞാൽ മടങ്ങല്ലേ ചെയ്യുന്നത് അല്ലേ? എൻ്റെ കാലം മടങ്ങിയിട്ടല്ലേ വരുന്നത്. അത്രയും വരരുത്. ഹീല് ജസ്റ്റ് മേളിൽ കാണുന്ന രീതിയിൽ വരെ കിക്ക് ചെയ്യുക. അങ്ങനെ തന്നെയാണോ വരുന്നത് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ബ്രീത്ത് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കാം. കണ്ടല്ലോ, ചെയ്യാമല്ലോ. അപ്പം നമുക്ക് തുടങ്ങാം. 1 by 1 ആയിട്ട് ഇറങ്ങാം, എന്നിട്ട് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, റെഡി ആയിട്ട്